സതീശൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ, മൊത്തം പണ്ട് 5000 ബസ്സുകളാണ് ഉണ്ടായിരുന്നത്. അന്ന് കൊടുക്കുമ്പോൾ UDF 2011 കൊടുത്ത പൈസയും 2026 കൊടുത്ത പൈസ ഇന്ന് 3000 ബസ്സുള്ളൂ, അതിന്റെ നേരെ ഇരട്ടി കൊടുക്കണം പറഞ്ഞാൽ എങ്ങനെ 3050 ബസ് ഓർഡിനറി മാത്രമാവുക? എന്റെ അടുത്ത് KSRTCയിലെ യൂണിയൻ മുഖ്യമന്ത്രി പറഞ്ഞാണെന്ന് പറയുന്നത്. യൂണിയൻ പറയണല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച പറയുന്നു മൊത്തം 5000 ബസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ മുന്നിലുള്ള കണക്കാണ് പറയുന്നത്. 3220 എന്നുള്ള 3220 അല്ല 3220 ആണ് എന്റെ മുന്നിലുള്ള കണക്ക് പറയാം. KSRTCക്ക് നിലവിൽ ഏകദേശം 4700 പരം ബസ്സുകൾ ഇതിൽ ദിവസേന 4500ഓളം ഷെഡ്യൂളുകളായി 4600 പരം സർവീസുകൾ നിരത്തിലിറങ്ങുന്നുണ്ട്. ഇതാണ് കണക്ക്. അല്ല, അത് മാധു പറഞ്ഞതിന്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് അത് പലതും കട്ടപ്പുറത്താണ് മാധു. അതാണ് 3220 എന്ന കണക്കിലേക്ക് യൂണിയന്റെ ഭാരവാഹിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബാക്കി അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഓർഡിനറി ബസ്സുകളാണുള്ളത്, ബാക്കി 1150 ആണ്. ശരിയാണ്. ഈ പറയുന്ന നമ്മളുടെ ജില്ലകൾ കണക്കാക്കിയാണ് തിരുവനന്തപുരം, കൊല്ലം, ഓർഡറാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം എന്നങ്ങനെ പോകുന്നു. അതായത് ഓർഡിനറി ബസ്സുകൾ നന്നായി ഓടുന്ന ഇടങ്ങൾ. തിരുവനന്തപുരത്താണ് 1000 പരം ബസ്സുകൾ ഓടുന്നത്. കൃത്യമായ കണക്കുണ്ട്, കൃത്യമായ കണക്കുണ്ട്, എന്റെ കണക്കുണ്ട് എന്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കൊല്ലത്താണ്, പിന്നെ എറണാകുളത്താണ്, പിന്നെ കോട്ടയത്താണ്, പിന്നെ ആലപ്പുഴയിലാണ്. മലബാറിലേക്ക് പോകുമ്പോൾ കുറവാണ്, 200 ചില്ലാനമൊക്കെ വരുന്നുള്ളൂ. അതിലും വയനാട്ടിലാണ് കൂടുതലുള്ളത്. മലപ്പുറത്തൊക്കെ കുറവാണ്. അപ്പോൾ ശരിയാണ്, മലബാറിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ല. അപ്പോൾ മലബാറിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ലാതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ സർക്കാർ വന്ന് ഇത്ര ദിവസത്തിനുള്ളിലാണോ? അപ്പൊ മലബാറിലേക്ക് ഓർഡിനറി ബസ്സുകൾ കൂട്ടാനുള്ള ആലോചന എന്താണ് ഈ 10 വർഷം ഉണ്ടാകാതിരുന്നത്? അതല്ല, മലബാർ മുൻപല്ലോ പ്രഖ്യാപിച്ചത്, ഇപ്പോഴല്ലേ പ്രഖ്യാപിച്ചത്. അപ്പൊ ഇപ്പൊ മലബാറിലുള്ള ബസ്സിൽ മലബാറിലുള്ള ബസ്സിലല്ലേ പ്രഖ്യാപിക്കേണ്ടത്? നിങ്ങൾ ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രശ്നം അതവിടെ നിൽക്കട്ടെ. ഓർഡിനറി ബസ്സുകളുടെ കാര്യത്തിൽ ഈ വടക്കും തെക്കുമുള്ള ഈ വ്യത്യാസം എന്താണ് നിങ്ങൾ പരിഹരിക്കുന്നത്? ഓർഡിനറി ആരെ കൊണ്ടുവന്നത്? നിങ്ങളാണ് കൊണ്ടുവന്നത് അല്ലേ? ഈ പറഞ്ഞ സർക്കാർ, ഇപ്പോഴത്തെ സർക്കാരിലെ ഓർഡിനറി കൊണ്ടുവന്നത്. അപ്പൊ തെക്കും വടക്കും ഒരേപോലെ നടപ്പിലാക്കാൻ പറ്റുന്ന ബസ്സുകളെ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. ഓർഡിനറി മാത്രമാക്കി തരാം. ഞാൻ പറയുന്ന കണക്ക് എനിക്ക് മനസ്സിലായി. ബസ്സുകൾ വടക്കില്ല, കുറവാണ്. അതുകൊണ്ട് വടക്കുള്ള ബസ്സിൽ പ്രഖ്യാപിക്കണം. ഉത്തരവാദി നിങ്ങൾ ഓർഡിനറി പ്രഖ്യാപിച്ചിട്ട് വേറെ കാര്യം ചോദിക്കില്ലേ? അല്ല, UDF ഓർഡിനറി ബസ് അല്ല പ്രശ്നത്തെ. ബസ്സിൽ പ്രഖ്യാപിച്ചാൽ വടക്കും തെക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബസ്സിൽ പ്രഖ്യാപിക്കണം. അല്ല, ഓർഡിനറി പ്രഖ്യാപിക്കാൻ ഞാൻ പൂർത്തിയാക്കാം. ഞാൻ പറയുന്നത് വടക്കോട്ടേക്ക് ഓർഡിനറി ബസ്സുകൾ കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. KSRTC ഇപ്പോഴും നഷ്ടത്തിലാണ് എന്നുള്ളതാണ് 10 വർഷത്തിലെ ഭരണ നേട്ടം. അതായത് KSRTC ഇതുവരെ ലാഭത്തിലല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളിതാ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നു പറയുമ്പോൾ അത് സ്ത്രീ ശാക്തീകരണമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് സർക്കാരും സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ് ഭരണത്തിലേറുന്നത്. സ്ത്രീകളുടെ വോട്ട് കൊണ്ട് ഭരണത്തിലേറുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവരെ ശാക്തീകരിക്കുന്ന ഏത് പദ്ധതികളും അവർ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല.